സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഇനി പറയാനുള്ളത് പൈസയുടെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, കച്ചവടത്തിന്റെ സക്കാത്തിനെ കുറിച്ച് സൂചിപ്പിച്ച് ഇനി സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്ത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും അതിൽ പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾക്ക് നാളെ ആഖിറത്തിൽ വളരെ കഠിനമായ അദാബുണ്ടെന്ന പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർണത്തിന്റെ സക്കാത്ത് നിർബന്ധമാകാൻ തുടങ്ങുന്നത് 20 മിത്താൽ സ്വർണം, അതായത് 85 ഗ്രാം സ്വർണം, അതിനേക്കാൾ കൂടുതലായി ആഭരണമല്ലാത്ത, നമ്മൾ പറയുന്നത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പിന്നെ ഹനഫി മദ്ഹബാണെങ്കിൽ ആഭരണ ആണെങ്കിലും 85 ഗ്രാം അതിനേക്കാൾ കൂടുതലായ സ്വർണമുണ്ടായാൽ അതിന് സക്കാത്ത് നിർബന്ധം. എല്ലാത്തിനും സക്കാത്ത് കൊടുക്കും. 85 ഗ്രാമിന്റെ മുകളിലുണ്ടായാൽ അതിന് മുകളിലേക്ക് മാത്രമല്ല സക്കാത്ത് തുടങ്ങുമ്പോൾ 1 ഗ്രാം തന്നെ തുടങ്ങും. അതിന് 2.5% സക്കാത്ത് നിർബന്ധമാണ്. ഷാഫി മദ്ഹബിൽ പറയുന്നത് 85 ഗ്രാമിനേക്കാൾ കൂടുതൽ ആഭരണമല്ലാത്ത സ്വർണത്തെ കുറിച്ച്. ആഭരണം സാധാരണ ധരിക്കുന്ന എപ്പോഴും ചെവിക്ക് കൗത്തിരി അങ്ങനെ ഇടുന്ന പൊന്നിട്ടാണ്. അതിന് ഷാഫി മദ്ഹബ് അടിസ്ഥാനത്തിൽ സക്കാത്ത് നിർബന്ധം. അല്ലാത്ത പറയാണ്ട് വരെ മാലയും വരെ കാവലും പിന്നെ നെറ്റിക്കൊലിയും തലക്ക് വെക്കുന്നു, അതിന് ആവശ്യമില്ലാത്ത ഉണ്ടല്ലോ. അപ്പൊ സാധാരണ ഇപ്പൊ നമ്മളൊരു പല്ല് പെണ്ണിങ്ങ ഒരു പല്ല് ഉള്ളിലുണ്ടാകുമ്പോ ഒരു ആഭരണം ആയിട്ട് ഇടുന്നുണ്ട്. അത് ഒഴിച്ച് അതിനേക്കാളും കൂടുതലുള്ള ഇത് കുറെ മുമ്പെല്ലാം 50 പവന്റെ കണക്ക് പറഞ്ഞിരുന്നു. അപ്പൊ പൊന്നിന്റെ വില ഭയങ്കര കുറവാണ്. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞു, ഇപ്പൊ 1 പവൻ തന്നെ 65,000 രൂപ, 1 പവൻ പൊന്നിക്ക് തന്നെ 65,000 രൂപ അല്ലെ. ഇപ്പൊ പൈസ കണക്ക് പറഞ്ഞത്ര അല്ലെ, ഇപ്പൊ 40,000 ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധം പൈസ. അപ്പൊ ആ കണക്ക് നോക്കിയാൽ ഇപ്പൊ വളരെ ചെറിയ രൂപത്തിൽ മംഗളത്തിലല്ലാണ്ട് എത്ര പണ്ടത് 100 പവൻ 200 പവൻ 50 പവൻ 75. ഇപ്പൊ നല്ല 10 പവൻ ഇട്ടെങ്കിൽ ഭയങ്കരമായി, 10 പവൻ ഇട്ടെങ്കിൽ ഭയങ്കരമായി. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോ അത് ആഭരണമായിട്ട് കണക്കാക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% നമുക്കുള്ളതല്ല, മറ്റുള്ള ആളുകൾക്കുള്ളതാണ്. ഇന്ന് ഒരാളുകൾ പൊന്നിന് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കണക്കാക്കിയിട്ട് പൈസ ഒരിക്കലും പൈസ പറ്റൂല. പൊന്നിക്ക് പൊന്നി തന്നെ സക്കാത്ത് കൊടുക്കും. കണക്കാണ് സ്വർണത്തിന് സ്വർണം തന്നെ കൊടുക്കണം. അതിനെന്നെ കൊടുക്കുന്നില്ല, അത് വില വാങ്ങിയിട്ട് കൊടുക്കണം. നിങ്ങളെ സ്വാമി പറയാം, അതിനെ മാറ്റുന്നെങ്കിൽ പറയാം. അതായത് പൊന്നിക്ക് പൊന്നി തന്നെ കൊടുക്കണം, പൊന്നിക്ക് പൊന്നി തന്നെ കൊടുക്കണം. അതിന്റെ പൈസ കൊടുക്കാൻ പറ്റില്ല. അതേ പൊന്നിനെ കൊടുക്കണമെന്നില്ല, പിന്നെ വേറെ പൊന്നി നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം, പുതിയ പൊന്നി വാങ്ങിയിട്ട് സക്കാത്ത് കൊടുക്കുക. അതായത് നിർബന്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കും. ഒരാൾ പറയും സാറേ പൊന്നി കുറെ ഉണ്ടായി, അത് ബാക്കിൽ വെച്ചിട്ട് അതിന്റെ പൈസ എടുത്തിന് ബാക്കിൽ പണയം വെച്ചിട്ടുണ്ട്, അതിന് സക്കാത്തില്ല. അത് നീ ഏടെ വെച്ചെങ്കിൽ കൊടുക്കണം. കാരണം നിന്റെ പേരിലല്ല വെച്ചത്, എന്റെ പേരിൽ തന്നെ വെച്ചത്. അത് നീ ബ്ലോക്കാലിൽ വെച്ചാലും അല്ല ബാങ്കിൽ പണയത്തിൽ വെച്ചാലും അത് നിന്റെ അവകാശത്തിലുള്ളതാണ്. ആ പൊന്നെ കൊടുക്കണമെന്നല്ല. ഇപ്പൊ ഞാൻ പൊന്നിയെടുത്ത് അതിന് പൊന്നിന്റെ ബിസ്ക്കറ്റ് വാങ്ങി വെച്ച്, അതിന് പൊന്നിന്റെ കുണങ്ങി വാങ്ങി വെച്ച്, മറ്റേ 85 ഗ്രാം എന്നല്ല 100 ഗ്രാം തന്നെ അല്ല 100 പവൻ ഉണ്ടെന്ന് വെച്ചോളൂ. ഇന്ന് കാണാം ഈ പൊന്നി നമുക്ക് അടുത്ത കൊല്ലം ഈ വാങ്ങിയ ദിവസത്തിന് അടുത്ത അതേ കൊല്ലം അതുപോലെ ആ പൊന്നി ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ 2.5% കണക്കാക്കി കൊടുക്കണം. അൽഹംദുലില്ലാഹ് എന്നാലും കൊടുത്താൽ പാവങ്ങൾക്ക് എത്ര സന്തോഷമാവും. ഒരു പവന്റെ പൈസ, 1 ഗ്രാമിന് പൈസ തരാൻ 8,000 ചില്ലാനാണ്, അല്ലെ 8,250 ഇന്നത്തെ 8,250 ഒരു ഗ്രാമിന്. അപ്പൊ അതിന്റെ 2% എന്ന് പറഞ്ഞാൽ 85 ഗ്രാമിന്റെ 2% എന്ന് പറഞ്ഞാൽ 2 ഗ്രാം 195 മില്ലിഗ്രാം എന്ന പൈസ തരായി അല്ലെ 20,000 രൂപന്റെ അടുത്ത പൈസ. ഒരാളിങ്ങനെ പാവങ്ങൾക്കല്ല ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സക്കാത്ത് കണക്കാക്കി കൊടുത്താൽ എത്ര സന്തോഷം. കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിലും പൈസന്റെ സക്കാത്താണെങ്കിലും എല്ലാവരും കൊടുത്താൽ പാവങ്ങളിൽ ഉണ്ടാവില്ല. അതില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം പ്രയാസപ്പെടുന്നത്. അതുപോലെയാണ് വെള്ളിന്റെ സക്കാത്ത്. വെള്ളിന്റെ സക്കാത്ത് നിർബന്ധമാണെങ്കിൽ 595 ഗ്രാം 595 ഗ്രാം വെള്ളി നമ്മുടെ കയ്യിൽ അത്രയോ അതിനേക്കാൾ കൂടുതൽ ഒരു കൊല്ലത്തിൽ സ്റ്റോക്ക് ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കും. അല്ലെ പണ്ടത്തെ പോലെ രണ്ടാമത് വെള്ളിന്റെ പ്ലേറ്റ്, വെള്ളിന്റെ ഗ്ലാസ്, വെള്ളിന്റെ ജഗ് അല്ലെ അങ്ങനെ നമ്മൾ തൂക്കി നോക്കിയാൽ ചിലപ്പോൾ 2 കിലോ ഉണ്ടാവും. കൊല്ലവും വെക്കാൻ തുടങ്ങിയിട്ട് കൊല്ലകടത്തിലായി ഇന്ന് വരെ വെക്കാൻ ഞാൻ കൊടുത്തിട്ടില്ല. കൊടുക്കണത് എവിടെ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൊല്ലം കണക്കാക്കിയിട്ട് വെക്കാൻ കൊടുക്കണം. വെള്ളി തന്നെ കൊടുക്കണം. വെള്ളിക്ക് വെള്ളി തന്നെയാണ്, പൊന്നിക്ക് പൊന്നി തന്നെയാണ്. പൈസ പൈസ കൊടുക്കാൻ പറ്റൂല, തന്നെ കൊടുക്കണം. പൈസ സക്കാത്ത് പൈസ കൊടുക്കും. ആ പൈസ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഒരു കൊല്ലം മുന്നേ ചോദിച്ച്
സാറെ ഒരു കച്ചവടം നടത്തി അതിലൊരു കുറച്ച് പൈസ കിട്ടിയിട്ട് എന്റെ സക്കാത്ത് ഞാൻ കൊടുക്കാറാണ്. അപ്പം ഇപ്പോൾ കണ്ട അടുത്ത കൊല്ലം നിങ്ങൾ കച്ചവടമാക്കി ആ ഡേറ്റിൽ അടുത്ത കൊല്ലം ആ പൈസ അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കും. ഞാനാണ് ചോദിച്ചു സാറേ നമുക്ക് പെണ്ണുമക്കളുണ്ടല്ലോ, പെണ്ണുമക്കൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ അവരെ വാങ്ങിക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് പൈസയുടെ സേവിങ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ അതിപ്പോ പെണ്ണുമക്കളെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ആക്കി വെച്ച സാറേ അപ്പൊ അതിന് കൊടുക്കണം ചോദിച്ചു. നിർബന്ധമായിട്ട് കൊടുക്കണം. അത് പൈസ നമ്മൾ തന്നെയല്ലേ പെണ്ണുമക്കളെ വാങ്ങിക്കാൻ വേണ്ടി വെച്ചെങ്കിലും നമ്മൾ തന്നെ ഇപ്പോൾ കണ്ട അങ്ങനെ സേവിങ് ആക്കിയിട്ട് ഒരു കൊല്ലം നമ്മുടെ കയ്യിൽ ആ പൈസ അതുപോലെ ഉണ്ടെങ്കിൽ സേവിങ് പറയുന്നത് ഉണ്ടാവണ്ട. ഒരാൾ LIC കല കൊടുക്കും, അത് പാടുണ്ടോ പാടിന്റെ വേറെ വിഷയം അല്ലെ. ലൈഫ് ഇൻഷുറൻസ് അല്ലെ, അതിന് കൂടുന്ന ആളുകളുണ്ട്. അത് അതിന്റെ മസാല വേറെയാണ്. പൈസ സേവാക്കി വെച്ചിട്ട് ഒരു കൊല്ലാകുമ്പോ സക്കാത്തിന്റെ ബന്ധമാവുന്ന പൈസക്കാരും കൂടുതലുണ്ടായാൽ കൊല്ലം അത് ചിലപ്പോ ബാങ്കിലായിരിക്കും പൈസ ബാങ്കിലായിരിക്കും. പക്ഷെ എന്നെ കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. വെറും നിസ്കരിച്ചാൽ മാത്രം മതിയാവും. മഹാനായ നിങ്ങൾ പറഞ്ഞത് ഒരാളെ നിസ്കാരം കണ്ടിട്ട് അയാൾ വലിയ ആചാരം അത് ഹോജ ചെയ്തെന്ന് പറഞ്ഞ് കണക്കാക്കണ്ട. ഇടപാടിന്റെ വിഷയത്തിൽ കറക്റ്റ് പാസാക്കിയാൽ മതിയാണ്. ഞമ്മ നോക്കുന്നതാണ് നമ്മൾ കച്ചവടം തേങ്ങ വെച്ചോണ്ട് നേരെ താടി കണ്ടിട്ട് അയാളെ നെറ്റിൽ ഭയങ്കര നിസ്കാരം തേങ്ങുണ്ട് എപ്പോ നോക്കിയത് എന്ത് തുടങ്ങിയത് ഇയാളെ വിൽക്കുന്ന അസുഖം കണ്ടിട്ട ഞമ്മ വെച്ച് കൊടുത്ത് അത് നല്ല ആചാരം. ഞമ്മടെ മുക്കാല കൊടുത്ത് 2 മാസം അപ്പൊ പോയി കൊണ്ടിട്ട ഓക്കെ അവരോട് പറ്റിയ വരെ പോയി ആകെ പോയി. പിന്നെ ആശില്ല പൂജയില്ല. നമ്മളെ പറഞ്ഞതാ നിസ്കാരം കണ്ടിട്ട് നച്ച് കണ്ടിട്ട് ഇടപാട് ക്ലിയർ ഉണ്ടാവും. പൈസ കൊടുത്തിന് കറക്റ്റ് ഓർമ്മയുണ്ട്. കടം ചോദിച്ചിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പ് തന്നെ അയാൾ കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആണ്. ഇടപാടിന്റെ വിഷയത്തിൽ ആർക്കും കുറ്റം പറയാനില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഉമ്മർ തന്നെ പറഞ്ഞതാ. എന്നാൽ അയാൾക്ക് വിശ്വസിക്കാം. നമ്മൾ പൊട്ടുന്നത് അവിടെയാണ്. നിസ്കാരത്തിലാണ് നമ്മളെല്ലാവരും പൈസന്റെ വിഷയം എത്തുമ്പോ വീടുണ്ട് ചെറുതായി. സക്കാത്തിന്റെ വിഷയം പറയുമ്പോ ഭയങ്കര ചെറുതായി. ഞാനൊരു ഉള്ളാത്ത് കത്തിവാണ്ടാകുമ്പോ അവിടെ വലിയൊരു ആചാരമായി മച്ചുപോയി. അയാൾക്ക് നമ്മുടെ ഫിഷിങ്ങിന്റെ ബോട്ട് 9 മക്കളായിട്ട് 9 മക്കൾ എല്ലാം വേണ്ടിയില്ല. ആ മക്കൾക്ക് എല്ലാവരും അയാൾ ഓരോ ഫിഷിംഗ് ബോട്ട് ഉണ്ടാക്കി വെച്ചത്. ഇതിനോട് വില എത്രയോ 1,25,00,000 1,80,00,000 ഇങ്ങനത്തെ ഭയങ്കര സാധനം. അപ്പൊ ഒരു പെരുന്നാളിന്റെ ദിവസമാണ് ഇങ്ങനെ പെരുന്നാളിന്റെ വാദന്റെ മുമ്പ് പറഞ്ഞ എല്ലാവരും നല്ല മുസാഫാത്താക്കണം, പൈസ അല്ല സദ കൊടുക്കണം, പാവങ്ങളുണ്ടാവും, ഉസ്താദ്മാരുണ്ടാവും എല്ലാം. ഇയാളെല്ലാം പള്ളിക്ക് ഇങ്ങനെല്ലാം പോയി കയറി ഇങ്ങനെ പള്ളിന്റെ കുറച്ച് മുട്ടം പറയലുണ്ടായി. പള്ളിന്റെ പോലെ അങ്ങനത്തെ ഒരു കസാര വെച്ച് ഇരുന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തോന്ന് പറയാൻ എല്ലാ വയറിന്റെ അടുത്ത് വന്നു എല്ലാം ശരിയായി. പക്ഷെ ആ അതൊക്കെ പൈസ കൊടുക്കണം തന്നെ പറയാം. AC ന്റെ വിഷയം അത് നാടകയുടെ വിഷയം അതെല്ലാം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം ഞാൻ പറയും, ബാക്കിയെല്ലാം പറയും. സദക്കയുടെ വിഷയം പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഇറച്ചി. റസൂൽ പറഞ്ഞെന്തറിയോ, നിങ്ങൾ നരകം സൂക്ഷിക്കൂ. ഒരു കാരക്കയുടെ നാറ് ഫുള്ളായിട്ടല്ല, അതിന്റെ ഒരു കീറ് സ്ഥലത്തോടത്തിന്റെയോ നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നതാണ്. എന്റെ സ്ഥലത്തൊക്കെ അത്ര വലിയ പൗരുണ്ട്. അത് പറയുമ്പോ പറ്റുന്നില്ല. സക്കാത്തിന്റെ വിഷയം പറയുമ്പോ പറ്റുന്നില്ല. നിസ്കാരം എത്ര പറഞ്ഞു വിളിച്ചാൽ നിസ്കരിക്കാത്തവരെ അവന്റെ ശിക്ഷ പറയും, നരകത്തിന്റെ ആ കുണ്ട് അത് ഇത് എല്ലാം പറയും. നമ്മൾ സപ്പോർട്ടാണ്. പൈസന്റെ വിഷയം പറഞ്ഞ ഭയങ്കര. അപ്പൊ അങ്ങനെയല്ല, ഇതിൽ നമ്മൾ ഉഷാറ് വേണം. ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ മാസം ഒന്നല്ല. റമദാൻ എന്ന് പറഞ്ഞാൽ സ്വതത്തിന്റെ മാസം, സ്വതത്തിന്റെ മാസം. സക്കാത്ത് അതിന്റെ മാസം ഒന്നില്ല. നമ്മൾ എപ്പോ തുടങ്ങി നമ്മുടെ കയ്യിൽ എപ്പോ അതിന് പൈസ അത്ര സ്ട്രോങ് ആയി അപ്പൊ അതിന്റെ കണക്കാക്കിട്ട് നമുക്ക് കൊടുത്തു. കണക്കാക്കാതല്ല, കണക്കാക്കിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് അള്ളാന്റെ അടുത്ത് സലാമത്ത് ഉണ്ടാകും. അല്ലാതെ ഷാബാനിൽ കച്ചവടം തുടങ്ങി ഞമ്മ പിന്നെ റമദാൻ വരെ ഇങ്ങനെ 2 മാസം പിന്നെ നീട്ടി വെച്ചാൽ അതിന്റെ മുന്നിൽ ഞമ്മ മരിച്ചുപോയാൽ ഞമ്മ വാങ്ങിനാവും, ഉത്തരവാദിയാവും. അത് ഭയങ്കര സൂക്ഷിക്കേണ്ട വിഷയമാണ്. ചെയ്യട്ടെ. പിന്നെ നാളെ നമുക്ക് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് ചെറിയ രൂപത്തിൽ അറിയുന്ന മസാലനെ കൊടുക്കാൻ തുടങ്ങിയിട്ടായി. എല്ലാവർക്കും ഇപ്പൊ കൊടുക്കാൻ പറ്റും, പ്രശ്നം പറ്റില്ല. അതിന് നിർബന്ധമാകുന്ന സമയം നമ്മുടെ പെരുന്നാളിന്റെ തക്ബീർ കൊടുത്താലാണ് അതിന് നിർബന്ധ സമയം തുടങ്ങുന്നത്. ഇപ്പൊ കൊടുത്താലും പറ്റും. അതിന്റെ മസാല നമുക്ക് നാളെ ചെറിയ രൂപത്തിൽ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട നല്ലൊരു മരണമാണ്. റമദാൻ 27 പകലുള്ള മരണം. അള്ളാഹു പടച്ചവന് വലിയ സന്തോഷം ഇനിയുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് നൽകണ രോഗം നിസാമില്ലാത്ത, ഖബറിന്റെ ഫിത്നയില്ലാത്ത, അദാബില്ലാത്ത ഒരു രോഗമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവന് വലിയ എത്രയോ ആളുകൾ വിട പറഞ്ഞു പോയ ഉമ്മമാരിൽ, ഉപ്പമാരിൽ, ഭാര്യമാരിൽ, കുടുംബങ്ങളിൽ, നാട്ടുകാരിൽ, സ്ഥാനമാരിൽ, ഭക്ഷണം തന്നവരിൽ, സഹായിച്ചവരിൽ, സഹകരിച്ചവരിൽ പലരും
അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ സുഖകരമാക്കണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി ആ മരിച്ചുപോയ ആളുകളെ കരുതിയിട്ടാണ് ഞങ്ങൾ നൽകാനുള്ളത്. ഒരാൾ 30,000 ഇവിടെ പള്ളിക്ക് വേണ്ടി തന്നു. പിന്നെ 2-3 പേരുകൾ 5,000-ഓളം, പിന്നെ ഒരാൾ 5,000. ഇങ്ങനെ അവർക്കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള സ്വതത്ത തരുമ്പോ ആരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാനില്ല. പറയുന്നത് മുഴുവനും മരിച്ചുപോയ കുടുംബങ്ങൾ ഓർക്കാനാണ്. പടച്ചവനെ അവരിലേക്കൊക്കെയും അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. റമദാനിൽ നാം ചെയ്ത അഅ്മാലുകൾ മുഴുവൻ നീ ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, നോമ്പ് തുറക്ക് വേണ്ടി എത്രയോ ആളുകൾ 1 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ സഹായിച്ചവരാണ്. പടച്ചവനെ അതിനു വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, അതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അല്ലാഹ്, നമുക്ക് വേണ്ടി ഉസ്താദുമാർക്ക് വേണ്ടി നല്ല അത്താഴങ്ങൾ, അതുപോലെ നോമ്പ് തുറ, നല്ല പലഹാരങ്ങൾ, നല്ല പാനീയങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും എത്തിക്കുന്ന ആളുകളുടെ പടച്ചവനെ അതിരാത്രി സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കും അല്ലാഹ് കുടിക്കാനും കഴിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നവർ പകരമായി സ്വർഗത്തിന്റെ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വെള്ളങ്ങൾ കുടിപ്പിക്കണേ അല്ലാഹ്. ഹബീബായ ഞങ്ങളുടെ ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാഹ്. അത് കഴിച്ച ഞങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾ മുഴുവനും ആ വലിയ സന്തോഷം കൂടെ നീ മാറ്റിത്തരണേ അല്ലാഹ്, ശിവയാക്കി തരണേ അല്ലാഹ്. റബ്ബേ, നമ്മുടെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി عليه وسلم. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم أنقذني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني.